പതക വിശദമായി നോക്കാം. പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടി ഭാരതം. പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഭാരതം സ്ഥിരീകരിച്ചു. തുർക്കിഷ് ഡ്രോണുകൾ ഉൾപ്പെടെ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. പാക് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു. പുഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം പാക് ഷെല്ലാക്രമണമുണ്ടായി. ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചെയ്യുന്നു. ഗൗതം, വിദേശകാര്യ സെക്രട്ടറി, അതുപോലെ വിക്രം മിശ്രി, അതുപോലെ കേണൽ സോഫിയ, അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഇവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്തായാലും പാകിസ്ഥാൻ്റെ ആക്രമണം ഭാരതം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ ഉടമ്പടികളും എല്ലാ കരാറുകളും ലംഘിച്ചാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നും അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നു. വാർത്താസമ്മേളനത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? അനിൽ, ഇന്നലെ വൈകുന്നേരം നടന്ന വലിയ സംഘർഷം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ പ്രധാനമായും ആസൂത്രണം ചെയ്തത്. 300-നും അതുപോലെ തന്നെ 400-നും ഇടയിൽ ഡ്രോണുകൾ പാകിസ്ഥാൻ ഭാരതത്തിലെ 34 സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പായിച്ചു എന്നാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭാരതത്തിൻ്റെ സൈന്യത്തിന് സാധിച്ചു. 34 സ്ഥലങ്ങളിൽ പലതും സൈനിക ക്യാമ്പുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇക്കാര്യം സേന ഇന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി. അതുപോലെ ഡ്രോണുകൾ മാത്രമല്ല, വ്യോമസേന, പാകിസ്ഥാന്റെ വ്യോമസേന പല ഘട്ടങ്ങളിലും ഈ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഭാരതത്തിനകത്തേക്ക് കടന്നു കയറാനൊരു ശ്രമം നടത്തി എന്ന കാര്യം കൂടി സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഒപ്പം ഷെല്ലാക്രമണം ഇപ്പോഴും പാകിസ്ഥാൻ രൂക്ഷമായി നടത്തുന്നുവെന്നാണ് ഭാരതത്തിന്റെ ആരോപണം. ഏറ്റവും ഒടുവിൽ പൂഞ്ചിൽ ഒരു ക്രൈസ്റ്റ് സ്കൂളിന് നേരെ നടന്ന ഷെല്ലാക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ സർക്കാർ അറിയിക്കുകയാണ്. ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ സ്കൂളാണിത്. ഈ മിഷണറി സ്കൂളിന് നേരെയാണ് പാകിസ്ഥാന്റെ രൂക്ഷമായ ഷെല്ലാക്രമണം പൂഞ്ചിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയതിനാൽ ഈ സ്കൂളിന് അവധിയായിരുന്നു. ഒരുപക്ഷെ സ്കൂൾ പ്രവർത്തിക്കുന്ന ദിനമായിരുന്നുവെങ്കിൽ കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഒപ്പം പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഏറ്റവും തെറ്റായ ഒരു സമീപനം, അല്ലെങ്കിൽ ഈ യുദ്ധ സാഹചര്യത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്തതായ ഒരു കാര്യം പാകിസ്ഥാൻ ചെയ്തതായി ഭാരതം ആരോപിക്കുന്നത് സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നും പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് വരികയായിരുന്നു ഒരു യാത്രാ വിമാനത്തെ ഭാരതത്തിന്റെ ആക്രമണത്തിന് കവചമായി പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നിർത്തിയെന്ന ഗുരുതരമായ വിഷയം കൂടി ഭാരതം ഈ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ ഉയർത്തുകയാണ്. ഇത് രാജ്യാന്തര വിഷയമായി തന്നെ ഇത് ഭാരതം വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും മറ്റു രാജ്യങ്ങളുടെ യാത്രാ വിമാനങ്ങൾ, പ്രത്യേകിച്ച് ഇത്രയധികം ആളുകളെയും വഹിച്ചുകൊണ്ടു പോകുന്ന യാത്രാ വിമാനങ്ങളെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരികയോ അതിൽ ഒരു കവചമാക്കി അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ശൈലി യുദ്ധധർമ്മത്തിൽ എങ്ങും തന്നെ കേട്ടിട്ടില്ലാത്തതാണ്. എന്നാൽ ഈ കീഴ്വഴക്കങ്ങളെ എല്ലാം തന്നെ ഇസ്ലാമാബാദും പാകിസ്ഥാനും തെറ്റിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഭാരതം ആരോപിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്നും ലാഹോറിലേക്ക് വരികയായിരുന്ന ഒരു വിമാനത്തെ ഭാരതത്തിന്റെ ഡ്രോൺ ആക്രമണത്തിന് മുന്നിൽ കവചമായി നിർത്തിക്കൊണ്ട് ഒരു ബോധപൂർവമായ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാനായി പാകിസ്ഥാൻ ശ്രമിച്ചു എന്നതാണ് ഭാരതത്തിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ മറ്റൊരു വിമർശനം ഇപ്പോൾ ഭാരതം ഉന്നയിക്കുന്നത് ഗുരുദ്വാര ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഒരു ഗുരുദ്വാര പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പൂർണ്ണമായി തകരുകയും അവിടുത്തെ പ്രധാനപ്പെട്ട സിഖ് പണ്ഡിതൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഭാരതം തന്നെ ഭാരതത്തിലെ നഗരങ്ങൾ ആക്രമിക്കുകയും ഗുരുദ്വാരകൾ ആക്രമിക്കുകയും ചെയ്തു എന്നതാണ്. ഇതിനെ ശക്തമായ ഭാഷയിൽ വിദേശകാര്യ സെക്രട്ടറി വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. കാരണം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ഭാരതത്തിനകത്ത് വ്യത്യസ്ത മതവിഭാഗക്കാരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഒരു ശൈലിയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ മറ്റൊരു ഉദാഹരണമാണ് ഈ ഗുരുദ്വാര ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് എന്നതാണ് വിക്രം മിശ്രിയുടെ ആരോപണം. അതായത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ്
ഈ ഗുരുദ്വാര പൂർണ്ണമായി തകരുകയും സിഖ് മതവിശ്വാസികൾ പൂഞ്ചിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം അത് ഭാരതം തന്നെ നടത്തിയ ഒരു ആക്രമണമാണ് എന്ന ഒരു ആരോപണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു. ഇതിനെയും രൂക്ഷ ഭാഷയിൽ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഭാരതം വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന അക്രമം സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 300-നും 400-നും ഇടയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലെ 34 പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു. അതിനെ പൂർണ്ണമായി തന്നെ നമ്മുടെ സേന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പ്രത്യേക സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു എന്നത് ഈ ഘട്ടത്തിൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് എയർ സ്ട്രൈക്കിന് ഉൾപ്പെടെ ശ്രമിച്ചു എന്ന കാര്യം കൂടി ഇപ്പോൾ ഭാരതം ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ്. അനിൽ നമ്പ്യാർ. ഗൗതം, കഴിഞ്ഞ രാത്രിയിലാണ് പാകിസ്ഥാൻ ആക്രമണം അഴിച്ച് വിട്ടത്. ഈ രാത്രിയിലും ആക്രമണത്തിന് മുതിരും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ വിദേശകാര്യ സെക്രട്ടറി നൽകിയിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ അത്തരം കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചിട്ടില്ല. ഇനി ഒരു അക്രമം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നോ അത്തരം ഒരു പരാമർശം ഈ വാർത്താ സമ്മേളനത്തിൽ നടക്കുന്നില്ല. പക്ഷേ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനം നടത്തുന്നുവെന്ന വിമർശനം ഭാരതം ഉന്നയിക്കുന്നുണ്ട്. രൂക്ഷമായ ഷെല്ലാക്രമണം നടന്നു. ഭാരതത്തിന്റെ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും സൈന്യം വ്യക്തമാക്കി. ഒപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും ഗുരുതരമായ വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രാ വിമാനം കവചമാക്കി ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ഈ ഗുരുദ്വാരയ്ക്ക് നേരെയുള്ള ആക്രമണം ഭാരതം നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതുമാണ്. ഇത് തീർച്ചയായും രാജ്യാന്തര സമൂഹത്തിന് മുന്നിലേക്ക് തന്നെ ഭാരതം ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സൈന്യം ഇന്ന് പൂർണ്ണമായും ജാഗ്രതയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം പരാമർശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇല്ല എങ്കിൽ പോലും ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള നിർണായകമായ യോഗങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി മുതൽ രാത്രി 11:30 വരെയുള്ള സമയത്താണ് പാകിസ്ഥാൻ 34ഓളം നഗരങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയത്. അതിനെ പൂർണ്ണമായി പ്രതിരോധിച്ചതുകൊണ്ട് ഭാരതത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ഒരുപക്ഷെ ഇന്നലത്തെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രിയിലും വരും ദിവസങ്ങളിലുള്ള രാത്രികളിലോ പാകിസ്ഥാൻ പ്രകോപനം തുടരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇന്നത്തെ ദിവസം കനത്ത ജാഗ്രത പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഇന്നലെ ജയ്സൽമീർ അതോടൊപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സർ തുടങ്ങിയ നഗരങ്ങൾക്ക് മുകളിലേക്ക് പറന്നു കയറാൻ പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ശ്രമിച്ചിരുന്നു. അതിൽ ജയ്സൽമീറിലും ജമ്മു കശ്മീരിലുമായി 3 പോർ വിമാനങ്ങൾ J-17 2 അതോടൊപ്പം തന്നെ F-16 ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഇന്നലെ തകർന്നു വീണത്. അതിൽ ജയ്സൽമീറിൽ ഇന്നിപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് 50 കിലോമീറ്റർ രാജ്യാന്തര അതിർത്തിയോട് ചുറ്റളവിൽ വാഹന ഗതാഗതങ്ങൾ പൂർണ്ണമായി നിരോധിച്ചു. ഒപ്പം വൈകിട്ട് 6 മണിയോടുകൂടി മുഴുവൻ മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങളും അടഞ്ഞ് ആളുകൾ മുഴുവൻ വീടുകളിലേക്കും മറ്റും ഒതുങ്ങണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടം നൽകിയിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി കടന്നു പോകുന്ന പഞ്ചാബ്, ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഒപ്പം ജമ്മു കശ്മീർ റീജിയൻ ഇവിടെയെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി വൈകുന്നേരം ടെലിഫോണിൽ സംസാരിച്ചു. ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകളിലെ സാഹചര്യങ്ങളാണ് അദ്ദേഹം വിലയിരുത്തിയത്. ഇതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSFന്റെ DGയുമായും അതോടൊപ്പം തന്നെ CISFന്റെയും IBയുടെയും തലവന്മാരുമായി സംസാരിച്ചു. കൂടാതെ 3 സേനകളുടെയും തലവന്മാരും സംയുക്ത സേനാ മേധാവിയും ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടി ഭാരതം. പാകിസ്ഥാന്റെ വ്യോമാക്രമണം സ്ഥിരീകരിച്ചു. തുർക്കിഷ് ഡ്രോണുകൾ ഉൾപ്പെടെ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. പാക് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു. പുഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം പാക് ഷെല്ലാക്രമണമുണ്ടായി. ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഗൗതം അനന്തനാരായണനാണ് വിദേശകാര്യ സെക്രട്ടറി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൻ്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.